നമസ്കാരം. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിൽ നടുറോഡിലുണ്ടായ തർക്കത്തിൽ പരസ്പരം വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രധാന സാക്ഷി ഇവിടെയുണ്ട്. തർക്കമെല്ലാം കണ്ട KSRTC ബസ്സിലെ ക്യാമറകൾ. തർക്കത്തിന് സാക്ഷിയായ തിരുവനന്തപുരം ഡിപ്പോയുടെ RPC 101 എന്ന KSRTC ബസ്സിൽ നിന്ന് നിരീക്ഷണ ക്യാമറകളുണ്ട്. മേയർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം തെളിവ് ഇതിലുണ്ടെങ്കിലും പോലീസ് പരിശോധിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ ബസ്സിൽ നിന്നും എപ്പോൾ വേണമെങ്കിലും ദൃശ്യങ്ങൾ നഷ്ടപ്പെടാനിടയുണ്ട്. KSRTC അധികൃതരും ക്യാമറയുടെ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ ക്യാമറ ഘടിപ്പിച്ച ബസ്സുകളിലൊന്നാണിത്. മുന്നിലും പിന്നിലും ബസ്സിന് ഉള്ളിലും ക്യാമറയുണ്ട്. ഒരാഴ്ച ദൃശ്യങ്ങൾ സൂക്ഷിക്കാനാകും. ബസ്സിലെ യാത്രക്കാരെ ആരാണ് ഇറക്കി വിട്ടതെന്ന് തെളിവ് ഈ ക്യാമറയിൽ പതിഞ്ഞിട്ടുമുണ്ട്. ഡ്രൈവർ ക്യാബിനിലെ ദൃശ്യങ്ങളും ഇതിലുണ്ട്. ഇവ പരിശോധിച്ചാൽ സംഭവത്തിൻ്റെ നിജസ്ഥിതി വ്യക്തമാകും. ബസ്സും കാറും തമ്മിൽ എത്ര നേരം റോഡിൽ ഒരുമിച്ച് ഓടി എന്നതിന് തെളിവ് ലഭിക്കും. എന്നാൽ ഈ ദൃശ്യങ്ങളൊന്നും തൽക്കാലം പുറത്തുവിടാനിടയില്ല. KSRTC താൽക്കാലിക ഡ്രൈവർ HL യദുവിനെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരും മുമ്പേ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയെയും പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്തെത്തിയ സാഹചര്യത്തിൽ ഡ്രൈവർക്കുമേൽ കുറ്റം ചാർത്തി കേസ് അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് KSRTC അധികൃതരും. അശ്ലീല ആംഗ്യം കാണിച്ചതടക്കം മേയർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ശരിയാണോ എന്നതിന് തെളിവ് ക്യാമറയിലുണ്ടായിട്ടും പോലീസ് ഇത് പരിശോധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ഇപ്പോൾ ചോദ്യം ഉയരുന്നത്.